Hi Makale, welcome to JEE Physics Complete Course in Malayalam. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ ഒക്കെ ബേസ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സലറേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കാൽക്കുലസ് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് മിക്സ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ കോൺസെപ്റ്റുകൾ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ച അതേ കാര്യങ്ങളാണ് ഇന്ന് മുഴുവൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ വി ഷൽ ഗോ ഫോർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്കിവിടെ പൊസിഷൻ തന്നിട്ടുണ്ട് t-2 എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഡിസ്റ്റൻസ് വെൻ ഫൈൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഡിസ്റ്റൻസ് ഇൻ 4 സെക്കൻഡ്. 4 സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസുമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാം. ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ് സാർ? ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ അല്ലേ? ഫൈനൽ പോയിന്റിൽ നിന്നും ഇനീഷ്യൽ പോയിന്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. ഓക്കെ, ഇനി സാർ ഇത് എങ്ങനെ കണ്ടുപിടിക്കുക? ഇനീഷ്യൽ പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കുക? t=0 എന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇനീഷ്യൽ പോയിന്റ് കിട്ടും. ഈ ഇക്വേഷനിൽ ടൈം 0 എന്നിട്ട് കൊടുക്കുക. അപ്പോൾ എത്ര കിട്ടുക? 4 എന്ന് കിട്ടും. അതായിരിക്കും നമ്മുടെ ഇനീഷ്യൽ പോയിന്റ്. ഇനി t=4 സെക്കൻഡ് എന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ പോയിന്റ് കിട്ടും. ഓക്കെ, t=4 എന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സിൻ്റെ വാല്യൂ 4 എന്ന് കിട്ടി, ഫൈനൽ പോയിന്റ് കിട്ടി. ഓക്കെ, നമ്മളൊന്ന് വരയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഇതിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ t=0 ഇനീഷ്യലി ബോഡി എവിടെ? 4 എന്ന് പറയുന്ന പോയിന്റിലാണ്. ഇനി t=4 സെക്കൻഡ് ആയിപ്പോൾ ഫൈനലി ബോഡി എവിടെ? അതേ 4 എന്ന് പറയുന്ന പോയിന്റിലാണ്. അതായത് ബോഡിയുടെ ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും സെയിം ആണ്. അതിനർത്ഥം ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? 4 - 4 0 ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താ? ഈ രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ക്ലിയർ? അടുത്തത് നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പോവാണ് കേട്ടോ. ഡിസ്റ്റൻസ്, ഇതാണ് ഇമ്പോർട്ടൻ്റ്, ശ്രദ്ധിക്കാം. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ 4 സെക്കൻഡിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് പോവാണ്, ശ്രദ്ധിക്കാം. അപ്പോൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കാൻ പോകുന്നത് ഇങ്ങനെയാണ്. സോ ഇനീഷ്യലി 4-ലാണ്, ഫൈനലി 4-ലാണ് അല്ലേ? തുടക്കം ഈ പോയിന്റിലാണ്, അവസാനവും ഈ പോയിന്റിലാണ്. അതായത് ബോഡി മൂവ് ചെയ്യണില്ല എന്ന് നിങ്ങൾ വിചാരിക്കും. മിസ്സോർണോ, നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ബോഡി മൂവ് ചെയ്യുന്നില്ല, ആദ്യം ഇവിടെ തന്നെ അവസാനം ഇവിടെ തന്നെ, ബോഡി അനങ്ങിയിട്ടില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണ്. അതെന്തുകൊണ്ടാണ് സാർ? ശ്രദ്ധിക്കാം. നമുക്കിവിടെ പൊസിഷൻ ടൈമിൻ്റെ ഫംഗ്ഷനായിട്ടാണ് തന്നിരിക്കുന്നത്. പൊസിഷനെ നമുക്ക് ടൈമിൻ്റെ ഫംഗ്ഷനായിട്ടാണ് തന്നിരിക്കുന്നത്. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ടൈമിൻ്റെ ഓരോ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ ആ സമയത്തെ പൊസിഷൻ കിട്ടും. അതായത് ഓരോ സമയത്തും പൊസിഷൻ എന്താ? പലതാണ്. അതിൻ്റെ അർത്ഥം എന്താ? പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം നമുക്കിവിടെ പൊസിഷൻ =2 എന്ന് കിട്ടി. ഒരു കോൺസ്റ്റൻ്റ് എന്നാണ് ക്വസ്റ്റ്യനിൽ നമുക്ക് തരുന്നതെങ്കിൽ ഇതിനർത്ഥം എന്താ? പൊസിഷൻ എപ്പോഴും 2 ആണ്. അപ്പോൾ ഈ ഒരു കേസിൽ പൊസിഷൻ എന്താടാ? കോൺസ്റ്റൻ്റ് ആണ്. അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ ബോഡി റെസ്റ്റിലാണ്. അതേസമയം ഇങ്ങനെയാണെങ്കിൽ ബോഡി എന്തില്ല? മോഷനിലാണ്. ഓക്കെ സാർ, പിന്നെ ഇവിടെ എന്താണ് സാർ ഇനീഷ്യലി ഫൈനലി ഇവിടെ തന്നെ വന്നത്? ഇതെങ്ങനെയാണ് സാർ വന്നത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്, ചിലപ്പോൾ ബോഡി എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? അങ്ങോട്ടേക്ക് പോയിട്ട് തിരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? ഇങ്ങോട്ടേക്ക് തിരിച്ച് വന്നിട്ടുണ്ടായിരിക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ ബോഡി എന്ത് ചെയ്യും? ഈ ഡയറക്ഷനിൽ ഇങ്ങോട്ടേക്ക് പോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ച് കണ്ടോ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവും. കണ്ടോ, ഇവിടെ നിന്ന് പോയിട്ട് 4ാമത്തെ സെക്കൻഡ് ആയപ്പോഴേക്കും തിരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങോട്ട് പോയിട്ട് 4ാമത്തെ സെക്കൻഡ് ആയപ്പോഴേക്കും തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ ഇവിടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ബോഡി ആകെ എത്ര ദൂരം ട്രാവൽ ചെയ്തു? ഇങ്ങോട്ടേക്കാണെങ്കിൽ ആകെ എത്ര പാത്ത് ട്രാവൽ ചെയ്തു, അങ്ങോട്ടേക്കാണെങ്കിൽ എത്ര പാത്ത് ട്രാവൽ ചെയ്തു എന്ന് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ, ശരി. അപ്പോൾ ഇതെങ്ങനെയാണ് സാർ കണ്ടുപിടിക്കുക? ഇങ്ങോട്ടേക്കാണോ അങ്ങോട്ടേക്കാണോ പോയെന്നൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുക? ആ ദൂരം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഇതിൽ നിന്നും വെലോസിറ്റി കണ്ടുപിടിക്കണം. വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക? പൊസിഷനിൽ നിന്ന് dx/dt ചെയ്തു. അപ്പോൾ വെലോസിറ്റി എന്തായിരിക്കും? 2 × t-2. ശരി. ഇതിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പുട്ട്
v ഈക്വൽ ടു 0, വെലോസിറ്റി 0 എന്നിട്ട് കൊടുക്കുക. അതായത് 2 × t - 2 ഈക്വൽ ടു 0 എന്നിട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ നിന്ന് ടൈമിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇതിലെ ടൈമിൻ്റെ വാല്യൂ, ടിയുടെ വാല്യൂ എത്ര ആയിരിക്കും? t ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഇതുകൊണ്ട് എന്താണ് സാർ ഉദ്ദേശിക്കുന്നത്? രണ്ടാമത്തെ സെക്കൻഡിലാണ് വെലോസിറ്റി 0 ആകുന്നത്. നമുക്ക് എന്ത് മനസ്സിലായി? രണ്ടാമത്തെ സെക്കൻഡിൽ വെലോസിറ്റി എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. അപ്പോൾ ഈ ഒരു പൊസിഷനെ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷനെയാണ് നമ്മൾ എന്ത് പറയുക? ടേണിംഗ് പോയിന്റ് എന്ന് പറയാം. ക്ലിയർ? അതായത് ഈ ഒരു സമയത്ത് ബോഡി എന്ത് ചെയ്യുന്നു? ടേൺ ചെയ്യുന്നു. ഈ ഒരു സമയത്ത് ബോഡി എന്ത് ചെയ്തു? ടേൺ ചെയ്തു. ചിലപ്പോൾ ഇവിടെ നിന്ന് ടേൺ ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ നിന്നാണ് ടേൺ ചെയ്തിട്ടുണ്ടായിരിക്കുക. സാർ എവിടെ നിന്നാണ് ടേൺ ചെയ്തത്? ഇവിടെ നിന്നാണോ ഇവിടെ നിന്നാണോ എന്ന് എങ്ങനെ മനസ്സിലാവുക? ആ പൊസിഷൻ എങ്ങനെ മനസ്സിലാവുക? ഇതാണോ പൊസിഷൻ, ഇതാണോ പൊസിഷൻ എന്ന് എങ്ങനെ മനസ്സിലാവുക? ഈ ടൈമിൻ്റെ വാല്യൂ, ടേൺ ചെയ്യുന്ന സമയം നമുക്ക് കിട്ടിയല്ലോ, ആ സമയം നമ്മൾ എന്ത് ചെയ്യുക? പൊസിഷൻ്റെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. അപ്പം മൂന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x(2) ടേൺ ചെയ്യുന്ന പൊസിഷൻ കണ്ടുപിടിക്കുക. അതിന് ടൈം അതിലിട്ട് കൊടുത്താൽ മതി. നമുക്ക് എത്ര കിട്ടുക? 2 - 2 എത്രയാണെന്ന് കിട്ടിയടാ? 0 എന്ന് കിട്ടി. ഇതിൽ 2 എന്നിട്ട് കൊടുക്കുമ്പോൾ വാല്യൂ എത്ര കിട്ടുക? പൊസിഷൻ എത്രയാണെന്ന് കിട്ടും? 0 എന്ന് കിട്ടി. ഓർണോ? രണ്ടാം സെക്കൻഡിലെ പൊസിഷൻ എത്രയായിരിക്കും? 0 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ രണ്ടാം സെക്കൻഡിലെ പൊസിഷൻ 0. ഞാൻ ഇവിടെ വരച്ച് കാണിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം. ആദ്യം t ഈക്വൽ ടു 0 ഇനീഷ്യലി പൊസിഷൻ എവിടെ ഇരുന്നടാ? 4-ലായിരുന്നു. അതിനുശേഷം രണ്ടാമത്തെ സെക്കൻഡിൽ എന്ത് സംഭവിച്ചടാ? രണ്ടാമത്തെ സെക്കൻഡിൽ എക്സിൻ്റെ വാല്യൂ 0 ആയിട്ട് മാറി. അതായത് ഇങ്ങോട്ടേക്കാണ് വന്നിരിക്കുന്നത് അല്ലേ? ഇവിടെ അല്ല എക്സിൻ്റെ വാല്യൂ 0 വരിക. ഇസോർണോ? ഇവിടെ 4, ഇങ്ങോട്ടേക്കല്ല 0 വരിക. 3, 2, 1, 0. ക്ലിയർ? അപ്പോൾ നമുക്ക് മനസ്സിലായി ബോഡി ഇങ്ങോട്ടേക്കാണ് ട്രാവൽ ചെയ്തത്. ഓക്കെ. ഇതിന് ശേഷം സംഭവിച്ചു? 2 സെക്കൻഡിന് ശേഷം ബോഡി എന്ത് ചെയ്തു? തിരിച്ച് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അതെങ്ങനെയാണ് സാർ അവിടെ നിന്ന് തിരിച്ചു പോയി എന്ന് മനസ്സിലാവുക? കാരണം ഈ പോയിന്റിൽ വെച്ച് എന്ത് സംഭവിച്ചടാ? അതിൻ്റെ വെലോസിറ്റി 0 ആയിട്ടുണ്ട്. അതാണ് നമ്മുടെ ടേണിംഗ് പോയിന്റ്. ഓക്കെ. അപ്പോൾ ബോഡി എന്ത് ചെയ്തു? ഇങ്ങോട്ടേക്ക് വന്ന് വെലോസിറ്റി 0 ആയി. അതിന് ശേഷം ബോഡി എന്ത് ചെയ്തു? തിരിച്ച് അങ്ങോട്ടേക്ക് പോയി. ഓക്കെ. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഇവിടെ നിന്ന് ഇവിടെ വരെ എത്രയുണ്ട്? ഇത് 4, ഇത് 0. ഇവിടെ നിന്ന് ഇവിടെ വരെ എത്രയുണ്ട്? 4 മീറ്റർ. തിരിച്ച് അങ്ങോട്ടേക്ക് പോയി അല്ലേ? വീണ്ടും അല്ലേ? ഇസോർണോ? 4-ാമത്തെ സെക്കൻഡിൽ ബോഡി വീണ്ടും ഇവിടെ എത്തി. 4-ാമത്തെ സെക്കൻഡിൽ ബോഡി വീണ്ടും 4-ലേക്ക് എത്തി. അപ്പോൾ ഇവിടെ നിന്ന് തിരിച്ച് അവിടെ വരെ പോയിട്ടുണ്ട് അല്ലേ? വീണ്ടും 4 മീറ്റർ. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 4 + 4 8 മീറ്റർ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലത്തെ വേറൊരു ചോദ്യം കൂടെ ചെയ്താലോ? ടേണിംഗ് പോയിന്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കാം. നമുക്ക് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമ്മളോട് പറയുന്നത് ഇതുപോലെ പൊസിഷൻ തന്നിട്ടുണ്ട്. പൊസിഷൻ എന്ന് പറയുന്നത് t² - 6t + 4. ഇതാണ് നമ്മുടെ പൊസിഷൻ്റെ ഇക്വേഷൻ. ഇത് നമ്മളോട് ചോദിക്കുന്നത് ഫൈൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഡിസ്റ്റൻസ് ഇൻ 5 സെക്കൻഡ്. 5 സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും കണ്ടുപിടിക്കണം. ഓക്കെ. പഴയ അതേ പരിപാടി തന്നെ ചെയ്യുക. ആദ്യം ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം സാർ? ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ ഫോർമുല എന്താ? ഫൈനൽ പോയിന്റിൽ നിന്നും ഇനീഷ്യൽ പോയിന്റ് മൈനസ് ചെയ്യണം. ഓക്കെ. സാർ അതെങ്ങനെ കിട്ടുക? t = 0 എന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇനീഷ്യൽ പോയിന്റ് കിട്ടും. ഇനീഷ്യൽ പോയിന്റ് എത്രയാണ്? 0 എന്ന് ഇട്ട് കൊടുക്കുക. ഇനീഷ്യൽ പോയിന്റ് 4 എന്ന് കിട്ടും. അതിനുശേഷം t = 5 സെക്കൻഡ് വരെ ഉള്ളതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ t = 5 എന്നിട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ പോയിന്റ് കിട്ടും. ഇതിലേക്ക് 5 എന്നിട്ട് കൊടുക്കുക. എന്താ കിട്ടുക? ഇവിടെ 5ന്റെ സ്ക്വയർ 25 മൈനസ് 6 × 5 30 പ്ലസ് 4 എത്രയാണ് കിട്ടുക? 25 - 30 -5 + 4. എക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് കിട്ടും? എക്സിൻ്റെ ഫൈനൽ വാല്യൂ -1 എന്ന് കിട്ടും. നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെച്ചാലോ? ശ്രദ്ധിക്കാം. ഇതാണ് നമ്മുടെ നമ്പർ ലൈനെങ്കിൽ ഇവിടെ t = 0. t = 0യിൽ പൊസിഷൻ എവിടെയാണ്? ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് എത്രയാടാ? 4 ഇവിടെയാണ് പൊസിഷൻ. ഇനിയിപ്പോൾ t = 5 സെക്കൻഡ് കഴിഞ്ഞു. 5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ബോഡിയുടെ പൊസിഷൻ എവിടെയാണ്? ബോഡിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് -1ലാണ്. ബോഡിയുടെ പൊസിഷൻ എവിടെയാടാ? t = 5ലെ പൊസിഷൻ -1 അല്ലേ? ഇത് 0. -1 ഇങ്ങോട്ടേക്കല്ലേ വരിക? ഇത്ര അകത്തി വരയ്ക്കേണ്ട. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക്
അടുത്തായിട്ട് വരയ്ക്കാം 0 4 ആണ് ഇവിടെ. ഇത് x4 -1 ഇവിടെയല്ലേ വരിക അല്ലേ, ഇങ്ങോട്ടേക്ക് 3 2 0 1 അല്ല 3 2 1 0 -1 ഇവിടെ ഇട്ട് വരയ്ക്കാം കേട്ടോ. t = 5 എക്സിൻ്റെ പൊസിഷൻ എത്രയാടാ -1. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായിരിക്കും സാർ? ഫൈനൽ പോയിന്റ് എത്രയാ? ഫൈനൽ പോയിന്റ് -1. അതിന് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഇനീഷ്യൽ പോയിന്റ് എത്രയാ? 4. ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാടാ? -5. ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്ന് കിട്ടി നമുക്ക്? -5 എന്ന് കിട്ടി. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഇത് സിമ്പിളാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ പണിയൊന്നുമില്ല. അടുത്തത് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കലാണ് പണി. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ശ്രദ്ധിക്കാം. നമ്മളോട് ഇനി ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. ഡിസ്റ്റൻസ് ചോദിച്ചു കഴിഞ്ഞാൽ സാർ ഇനീഷ്യലി ഇവിടെയാണ്, ഫൈനലി ഇവിടെയാണ്, അപ്പോൾ ഇതല്ലേ ഡിസ്റ്റൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ബോഡി എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? അങ്ങോട്ടേക്ക് പോയിട്ട് തിരിച്ചെന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? ഇങ്ങോട്ടേക്ക് വന്നതാണെങ്കിലോ നമുക്കറിയോ? ഇല്ല. ഇനിയിപ്പോൾ ബോഡി ഇതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോയിട്ട് ബോഡി ഇങ്ങനെ ഇങ്ങോട്ടേക്ക് പോയിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നതാണെങ്കിലോ? ക്ലിയർ? അതായത് ബോഡി എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വന്നതാണെങ്കിൽ ഇങ്ങോട്ടേക്ക് നമുക്കത് അറിയില്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നേരത്തെ അതേ സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്യുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെലോസിറ്റി കണ്ടുപിടിക്കുക. dx/dt നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി എത്ര ആയിരിക്കടാ? 2t - 6. ഇതല്ലേ വെലോസിറ്റിയുടെ വാല്യൂ? യെസ്. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താടാ? പുട്ട് v = 0. വെലോസിറ്റി 0 എന്ന് ഇട്ട് കൊടുക്കുക. അതായത് 2t - 6 = 0. ഇതിൽ നമുക്ക് ടിയുടെ വാല്യൂ എത്ര കിട്ടും? നമുക്ക് ടിയുടെ വാല്യൂ t = 3 സെക്കൻഡ് എന്ന് കിട്ടും. കണ്ടോ? അതിനർത്ഥം എന്താ സാർ? മൂന്നാമത്തെ സെക്കൻഡിൽ വെലോസിറ്റി 0 ആയിട്ടുണ്ട്. മൂന്നാമത്തെ സെക്കൻഡിൽ വെലോസിറ്റി 0 ആയിട്ടുണ്ട് അല്ലേ? അതായത് ബോഡി ഒന്നെങ്കിൽ അങ്ങോട്ട് പോയിട്ട് ടേൺ ചെയ്തു, അല്ലെങ്കിൽ ബോഡി എന്ത് ചെയ്തു? ഇങ്ങോട്ടേക്ക് വന്നിട്ട് ടേൺ ചെയ്തു. ഓക്കെ സാർ, ഏത് പൊസിഷനിൽ നിന്നാണ് ടേൺ ചെയ്തിരിക്കുന്നത്? ഏത് പൊസിഷനിൽ നിന്നാണ് ബോഡി ടേൺ ചെയ്തിരിക്കുന്നത്? അത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യടാ? പൊസിഷൻ്റെ ഇക്വേഷനിൽ 3 എന്നിട്ട് കൊടുക്കാം. ഓക്കെ, അതായത് മൂന്നാമത്തെ സെക്കൻഡിലെ പൊസിഷൻ കണ്ടുപിടിക്കാം. x(3) എങ്ങനെ കണ്ടുപിടിക്കുക? 3ന്റെ സ്ക്വയർ മൈനസ് 6 × 3 പ്ലസ് 4 എത്ര കിട്ടുക? 9 - 18 പ്ലസ് 4, അതായത് -9 അല്ലേ? പൊസിഷൻ എത്ര കിട്ടുക? ഇവിടെ -9 പ്ലസ് 4 എന്ന് പറയുന്നത് -5 എന്ന് കിട്ടി. അതായത് നമ്മളിതിനെ ഫിഗറായിട്ട് വരച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് വരച്ചു കഴിഞ്ഞാൽ ആദ്യം മുതൽ പറയാം. ടൈം = 0. എക്സിൻ്റെ പൊസിഷൻ എത്രയായിരുന്നു? 0 ആയിരുന്നപ്പോൾ എക്സ് എവിടെ ഇരുന്നടാ? 0 ആയിരുന്നപ്പോൾ നമ്മൾ നേരത്തെ വരച്ചല്ലേ? 0 ആയിരുന്നപ്പോൾ എക്സ് എവിടെയായിരുന്നു? ഇതിൽ 0 എന്നിട്ട് കൊടുക്കുമ്പോൾ 4 അല്ലേ? യെസ്, 4. അതിനുശേഷം ഇവിടെ ടൈമിൻ്റെ വാല്യൂ 3 സെക്കൻഡായി. ടൈമിൻ്റെ വാല്യൂ 3 സെക്കൻഡ് ആയപ്പോൾ പൊസിഷൻ എവിടെയാണ്? പൊസിഷൻ വരുന്നത് -5 അല്ലേ? ഇവിടെയാണ് പൊസിഷൻ വരുന്നത്. ശരിയല്ലേ? ഇവിടെ 4, ഇവിടെ -5 വന്നിരിക്കുന്നത്. ശരിയല്ലേ? ഇനി നമ്മൾ ഫൈനലി എവിടെയാടാ? നിങ്ങൾക്ക് മനസ്സിലാണ്ടോ? ഇനീഷ്യലി 4 പിന്നെ മൂന്നാമത്തെ സെക്കൻഡിൽ -5 ഇവിടെ നിന്നാണ് ടേൺ ചെയ്യുന്നത്. ഓക്കെ, ടേൺ ചെയ്ത് ഫൈനലി എവിടേക്ക് എത്തിയത്? ഫൈനലി എന്ന് പറയുമ്പോൾ ഫൈനൽ നമുക്ക് എന്ത് ചെയ്യണം? ടൈമിൻ്റെ വാല്യൂ 5 എന്ന് ഇട്ട് കൊടുക്കണം അല്ലേ? ടൈം = 5 എന്ന് ഇട്ട് കൊടുത്ത് നമുക്ക് എവിടെയാണ് വന്നത്? നേരത്തെ ചെയ്തില്ലേ? -1 വന്നത്. ഇസോർണോ? ഇവിടെ 5 എന്നിട്ട് കൊടുക്കുക. 25 - 30 -1 വന്നല്ല? നമ്മൾ നേരത്തെ ചെയ്തില്ല, അതേ കാര്യം തന്നെ. അപ്പോൾ ഇവിടെ -1 വന്നിരിക്കുന്നത്. എക്സിൻ്റെ വാല്യൂ -1 അല്ല? ഇങ്ങനെയല്ല വന്നിരിക്കുന്നത്. ശരി, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാവൽ ചെയ്ത് ആകെ പാത്ത് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് സാർ കണ്ടുപിടിക്കുക? നിങ്ങൾ എന്ത് ചെയ്യണം? അത് നോക്കിയിട്ട് പറയൂ. ഇനീഷ്യലി ഇവിടെയല്ലേ? ഇനീഷ്യലി ഇവിടെയാണ് അല്ലേ? മൂന്നാമത്തെ സെക്കൻഡ് ആയിപ്പോൾ എന്ത് ചെയ്തു? ഇവിടേക്ക് എത്തി അല്ലേ? അപ്പോൾ എത്ര ദൂരം ട്രാവൽ ചെയ്തിട്ടുണ്ടായിരിക്കും? നോക്ക്, ഇവിടെ നിന്ന് ഇവിടെ വരെ എത്ര ദൂരം ട്രാവൽ ചെയ്തിട്ടുണ്ടായിരിക്കും? നമ്പർ ലൈൻ ഈ ദൂരം ഒന്ന് കണ്ടുപിടിക്കുക. എത്രയായിരിക്കും ഇത്? 9 ആയിരിക്കും. ഇസോർണോ? 9 മീറ്റർ ആയിരിക്കും. എന്നിട്ട് എന്ത് ചെയ്തു? ഇവിടെ നിന്ന് വെലോസിറ്റി 0 ആയി. ഇവിടെ വെച്ച് വെലോസിറ്റി 0 ആയിട്ട് എന്ത് ചെയ്തു? തിരിച്ച് ഇങ്ങോട്ടേക്ക് പോയി അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് -5 തൊട്ട് -1 വരെ വീണ്ടും 3 മീറ്റർ ട്രാവൽ ചെയ്തു. ശരിയല്ലേ? ഇസോർണോ? ശരിയല്ലേ? ഇവിടെ നിന്ന് ഇവിടെ വരെ നോക്ക്, എണ്ണി നോക്കുക. 4 3 2 സ്വർണ്ണോ
ഇങ്ങോട്ടേക്ക് എണ്ണി നോക്കട്ടോ. 3, 2, 1, 0, -1, -2, -3, -4, -5. ഇങ്ങോട്ടേക്ക് 9 അല്ലേ? നമുക്ക് മൈനസ് ചെയ്താലും കണ്ടുപിടിക്കാം. യെസ്, ജസ്റ്റ് ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. 4 മുതൽ -5 വരെയുള്ള ദൂരം എത്രയാണ്? 9. ശരിയല്ലേ? അതിനുശേഷം -5 മുതൽ -1 വരെയുള്ള ദൂരം എത്രയാണ്? എത്രയാണ് ദൂരം? -5 കഴിഞ്ഞാൽ -4, -3, -2, -1. എത്രയാണ്? ഇത് 4 ആണ്. ഈ ദൂരം 4 ആണ്. ഈ ദൂരം 4 മീറ്റർ ആണ്. ശരി, യെസ് ഓർ നോ? ആ ദൂരം നിങ്ങൾ കണ്ടുപിടിക്കുക. ശരി, അപ്പോൾ ടോട്ടൽ എത്രയായിരിക്കും? ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 9 + 4 13 മീറ്റർ ആയിരിക്കടാ എന്ത് നമ്മുടെ ടോട്ടൽ ഡിസ്റ്റൻസ്. ക്ലിയർ? അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഇനീഷ്യൽ പോയിന്റ് അറിയണം, ടേണിംഗ് പോയിന്റ് കണ്ടുപിടിക്കണം, ഫൈനൽ പോയിന്റ് കണ്ടുപിടിക്കണം, ഇവർക്കിടയിലുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ച് എന്തായി? ആൻസർ ആയി. ക്ലിയർ? സ്റ്റെപ്പുകൾ ഇങ്ങനെയാണ്. ഓക്കെ, സോ നൗ വി ഷാൽ ഗോ ഫോർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മളങ്ങനെ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കാം. തേർഡ് ക്വസ്റ്റ്യനിൽ നമ്മളോട് പറയുന്നത് വെലോസിറ്റി തന്നിരിക്കുന്നു 2t × 3t. വെലോസിറ്റിയുടെ ഇക്വേഷൻ തന്നിരിക്കുന്നു. ഓക്കെ, ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ടൈം വെൻ വെലോസിറ്റി ഈസ് മാക്സിമം. വെലോസിറ്റി മാക്സിമം ആകുന്ന ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കാം, ഇത് മാത്തമാറ്റിക്സിലെ ഒരു കാര്യമാണ്. ഒരു ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കുന്ന കാര്യമാണിത്. ഓക്കെ, വെലോസിറ്റി എന്ന് പറയുന്നത് ടൈമിൻ്റെ ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പോൾ വെലോസിറ്റിയുടെ മാക്സിമം വാല്യൂ എപ്പോഴാണ് വരിക? അതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെങ്ങനെയാണ് സാർ കണ്ടുപിടിക്കുക? ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് =0 എന്നിട്ട് കൊടുക്കുക. അതായത് വെലോസിറ്റിയാണ് നിങ്ങൾ എന്ത് ചെയ്യുക? ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് =0 എന്നിട്ട് കൊടുക്കുക. ഇനി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഇനി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇനി ഇങ്ങനെ എഴുതിക്കൂടെ? 2t × 3 60 - 2t × t 2t² എന്ന് എഴുതാം. ഇനി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? dv/dt. ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് 0 എന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. dv/dt ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 6 എന്ന് കിട്ടി, -4t = 0 എന്ന് കിട്ടി. ശരിയല്ലേ? യെസ് ഓർ നോ? യെസ്. ഇതിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ടൈം കണ്ടുപിടിച്ചാൽ മതി. ഇതിലെ ടൈമിൻ്റെ വാല്യൂ അതായിരിക്കും എന്ത്? വെലോസിറ്റി മാക്സിമം ആകുമ്പോഴുള്ള ടൈം. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാം? 6 = 4t, t = 6/4, അതായത് 3/2. ടൈമിൻ്റെ വാല്യൂ 3/2 സെക്കൻഡ് ആകുമ്പോഴായിരിക്കും വെലോസിറ്റിയുടെ വാല്യൂ മാക്സിമം ആയിട്ടിരിക്കുക. ക്ലിയർ? അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ മാക്സിമത്തിൻ്റെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? ഡിഫറൻഷ്യേറ്റ് ചെയ്യുക =0 എന്ന് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ഓർത്ത് വയ്ക്കുക, വെലോസിറ്റി മാക്സിമം ചോദിച്ചപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? dv/dt = 0 എന്ന് ഇട്ട് കൊടുത്തു. അതായത് dv/dt എന്താ? ആക്സലറേഷൻ. അപ്പോൾ ഈ കാര്യം ഓർത്ത് വയ്ക്കുക, വെലോസിറ്റി മാക്സിമം എപ്പോഴാണ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആക്സലറേഷൻ =0 എന്ന് ഇട്ട് കൊടുത്തിട്ട് ആ ടൈം കണ്ടുപിടിക്കുക. ക്ലിയർ? ഓക്കെ, ശരി. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ശരി. നമ്മളങ്ങനെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അടുത്തത് നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ജെയുടെ ക്വസ്റ്റ്യൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ നമ്മളോട് വെലോസിറ്റി തന്നിരിക്കുന്നു. വെലോസിറ്റി =v0 + gt + ft² എന്ന് തന്നിരിക്കുന്നു. ഇതാണ് വെലോസിറ്റിയുടെ ഫംഗ്ഷൻ ആയിട്ട് തന്നിട്ടുണ്ട് ടൈമിൻ്റെ. അതിനുശേഷം ചോദിച്ചിരിക്കുന്നത് നമുക്കിതും കൂടെ തന്നിട്ടുണ്ട് x = 0 വെൻ ടൈം =0. അതായത് ഇനീഷ്യലി പൊസിഷൻ എത്ര? 0 എന്ന് തന്നിട്ടുണ്ട്. ഇനി കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. കണ്ടുപിടിക്കേണ്ടത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഫൈൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ 1 സെക്കൻഡ്. 1 സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് സാർ ചെയ്യുക? അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ട്രിക്ക് പറയാണ്. ശ്രദ്ധിക്കാം. AK*, വെരി ഇമ്പോർട്ടൻറ്റ്. ശ്രദ്ധിക്കാം. നമ്മുടെ കയ്യിൽ ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സലറേഷൻ. ഡിസ്പ്ലേസ്മെൻറ്റിൽ നിന്നും വെലോസിറ്റി കണ്ടുപിടിക്കാൻ അങ്ങോട്ടേക്ക് പോകാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക?
ഡിസ്പ്ലേസ്മെൻറ്റിനെ ടൈം കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഡിസ്പ്ലേസ്മെൻറ്റിനെ എസ് എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി വെലോസിറ്റിയിൽ നിന്നും ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? വെലോസിറ്റീനെ ടൈം കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഇനി ആക്സലറേഷനിൽ നിന്നും വെലോസിറ്റി കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ആക്സലറേഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇനി വെലോസിറ്റിയിൽ നിന്നും ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യുക? വെലോസിറ്റീനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ക്ലിയർ? അങ്ങോട്ട് പോകാൻ ഡിഫറൻസിയേഷൻ, ഇങ്ങോട്ട് വരാൻ ഇൻ്റഗ്രേഷൻ. ഓക്കെ, ഇവിടെ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? വെലോസിറ്റി തന്നിരിക്കുന്നു, ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണം. വെലോസിറ്റിയിൽ നിന്നും ഡിസ്പ്ലേസ്മെൻറ്റിലേക്ക് വരണം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇൻ്റഗ്രേഷൻ ചെയ്യണം. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഞാൻ ഇനി ഇങ്ങനെ എഴുതട്ടെ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താടാ? dx/dt. dx/dt ഇതല്ല നമ്മുടെ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ dx/dt. അപ്പോൾ dx/dtയുടെ വാല്യൂ നമുക്ക് തന്നിരിക്കുന്നത് v0 പ്ലസ് gt പ്ലസ് ft². ഇതിന് dt-നെ അപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും? dx ഈക്വൽ ടു dt-നെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഓരോന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? v0 dt പ്ലസ് gt dt പ്ലസ് ft² dt. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യണം? ഇതെന്താ? ഡിസ്പ്ലേസ്മെൻറ്റ്. ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെയും മൊത്തത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ലിമിറ്റ് ഇട്ട് കൊടുക്കണം. ശ്രദ്ധിക്കണം, ഇവിടെ ടൈമാണ് വേരിയബിൾ അല്ലേ? അപ്പോൾ ഇവിടെ ഇനീഷ്യൽ ടൈം 0, ഇവിടെ പൊസിഷനാണ് അല്ലേ? അപ്പോൾ ഇനീഷ്യൽ പൊസിഷൻ എത്രയാണ്? ടൈം 0 ആയപ്പോൾ പൊസിഷൻ 0. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈനലി ഒരു ടി ടൈം, ആ സമയത്ത് അല്ലേ? ഫൈൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ 1 സെക്കൻഡ്. ടൈം എത്രയായിട്ട് മാറി? 1 സെക്കൻഡ് ആയിട്ട് മാറി. ആ സമയത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ? ഈ രീതിയിലാണ് ലിമിറ്റ് ഇട്ട് കൊടുക്കേണ്ടത്. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുക? dx-നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ്, ലിമിറ്റ് എവിടെ നിന്ന്? ലിമിറ്റ് 0 മുതൽ എക്സ് വരെ ഈക്വൽ ടു, ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. v0 dt-നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുക? v0 dt-നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ v0t എന്ന് കിട്ടും അല്ലേ? ഇൻ്റഗ്രേഷൻ ചെയ്യാനായിട്ട് അറിയണം. ലിമിറ്റ് 0 മുതൽ 1 വരെ പ്ലസ് gt dt-നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുക? gt²/2 ലിമിറ്റ് 0 മുതൽ 1 വരെ പ്ലസ് ft² ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ft³/3 ലിമിറ്റ് 0 മുതൽ 1 വരെ. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. എങ്ങനെയാ? എക്സിൻ്റെ പ്ലേസിൽ അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കുക. എക്സിൻ്റെ പ്ലേസിൽ അപ്പർ ലിമിറ്റ് എന്താ? എക്സ് അല്ലേ? മൈനസ് എക്സിൻ്റെ പ്ലേസിൽ ലോവർ ലിമിറ്റ് 0. അപ്പോൾ ഇത് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് എന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു, ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടുക? ടിയുടെ വാല്യൂ 1 എന്ന് ഇട്ട് കൊടുക്കുക. v0 പ്ലസ് ഇവിടെ ടിയുടെ വാല്യൂ 1 എന്ന് ഇട്ട് കൊടുക്കുക. എത്ര കിട്ടുക? ടിയുടെ വാല്യൂ 1 എന്ന് ഇട്ട് കൊടുക്കുമ്പോൾ g/2 അല്ലേ? പ്ലസ് ഇവിടെ ടിയുടെ വാല്യൂ 1 എന്ന് ഇട്ട് കൊടുക്കുക. എന്താ കിട്ടുക? f/3. ക്ലിയർ? ഓക്കെ, ക്ലിയർ? അപ്പോൾ നമ്മളോട് ചോദിച്ചെന്താ? ഒന്നാമത്തെ സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻറ്റ്. ഒന്നാമത്തെ സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായിരിക്കും? ഇതായിരിക്കും നമ്മുടെ ഒന്നാമത്തെ സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻറ്റ്. പറഞ്ഞത് മനസ്സിലായോ? നമ്മൾ എന്താണ് ചെയ്തത്? നമ്മുടെ കയ്യിൽ വെലോസിറ്റി ഉണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്തു? വെലോസിറ്റീനെ ഇൻ്റഗ്രേറ്റ് ചെയ്തു. വെലോസിറ്റിയിൽ നിന്നും ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടാൻ വെലോസിറ്റീനെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ക്ലിയർ അല്ലേ? ഒന്നാമത്തെ സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 0 മുതൽ 1 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. 10ാമത്തെ സെക്കൻഡ് ആയിരുന്നെങ്കിലോ 0 മുതൽ 10 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വന്നേനെ. ക്ലിയർ? അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. വെലോസിറ്റിയിൽ നിന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടാൻ വെലോസിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ക്ലിയർ? യെസ്. അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ജെയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ഡിഫിക്കൽട്ട് കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻ, നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ചെയ്യാൻ പോകുന്നതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 5th ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. v is equal to b√x. നമുക്കിങ്ങനെ തന്നിരിക്കുന്നു കേട്ടോ. എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് സ്പീഡ് വെൻ ടൈം ഈസ് ഈക്വൽ ടു ടോ. ഡിഫിക്കൽട്ട് കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കാം. വെലോസിറ്റി ഈക്വൽ ടു b√x. എന്നിട്ട് ചോദിച്ചിരിക്കുന്നു സ്പീഡ് വെൻ t ഈക്വൽ ടു ടോ. സാർ ഇവിടെ ടി ഉണ്ടായിരുന്നെങ്കിൽ വളരെ എളുപ്പമായിരുന്നു. ടിയുടെ പ്ലേസിൽ എന്ത് ചെയ്താൽ മതി? ടോ എന്നിട്ട് കൊടുത്താൽ എന്ത് കിട്ടും? ആ സമയത്ത് വെലോസിറ്റി കിട്ടും, അല്ലെങ്കിൽ സ്പീഡ് കിട്ടും അല്ലേ? പക്ഷെ ഇവിടെ എക്സ് ആണുള്ളത് അല്ലേ? അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും സാർ? നമുക്ക് എന്ത് വേണം? വെലോസിറ്റീനെ ടൈമിൻ്റെ ടേംസിലേക്ക് ആക്കണം. വെലോസിറ്റീനെ ടൈമിൻ്റെ ടേംസിലേക്ക് ആക്കിയിട്ട് ടൈമിൻ്റെ പ്ലേസിൽ ടോ എന്നിട്ട് കൊടുക്കണം. അപ്പോൾ പരിപാടി കഴിയും.
ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? കുറച്ച് പണികളുണ്ട്, ശ്രദ്ധിക്കാം. ഞാൻ വെലോസിറ്റിന് ഇങ്ങനെ എഴുതട്ടെ. വെലോസിറ്റിക്ക് എന്ത് ചെയ്താം? ഡി എക്സ് ബൈ ഡി ടി. വെലോസിറ്റിക്ക് പകരം ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു ബി റൂട്ട് എക്സ്. ഇങ്ങനെ എഴുതിക്കൂടെ? നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ ഹെൽപ്പ് തേടും.